ഹായ് ഹലോ. അപ്പം നമ്മൾ പുതിയൊരു ഹെയർ ഗ്രോത്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് തലേദിവസം വെള്ളത്തിലിട്ട 2 ടീസ്പൂൺ ഉലുവയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ കേശവർദ്ധിനിയുടെ ഇലയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തി ഇലയാണെങ്കിലും മതി, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് തലേദിവസം എടുത്ത് വെച്ചിട്ട് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് തലേദിവസത്തെ നമുക്ക് വേണം. കഞ്ഞിവെള്ളം വേണം, അതുപോലെ തന്നെ ഉലുവയും വേണം. അപ്പോഴത്തെ ഇത്ര ഇൻഗ്രീഡിയൻസിലുള്ള സൂപ്പർ ഹെയർ ഗ്രോത്ത് പാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചെമ്പരത്തിയുടെ ഇല ഇല്ലെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി പൂവും കൂടെ എടുക്കുക. മിക്സിയിലിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാം കുതിർത്തൽ. അപ്പോൾ ആ ഉലുവയിലുള്ള വെള്ളത്തിൽ തന്നെ ആദ്യം ഉലുവ ഒന്ന് അരച്ചെടുക്കാം. ഉലുവ ഒന്ന് അരഞ്ഞ് വന്നു കഴിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് കേശവർദ്ധിനിയുടെ ഇല ഇടാം. ഇവിടെ കേശവർദ്ധി ആണെങ്കിൽ ചെമ്പരത്തി ഇല, അതുപോലെ തന്നെ പൂവ് ഇട്ട് കൊടുക്കും. നമുക്ക് ചെമ്പരത്തി ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അടിക്കാം. ഇത് അടിക്കാനായിട്ട് നമ്മൾ വേറെ വെള്ളം എടുക്കുന്നില്ല. ഉലുവ ഇട്ട വെള്ളവും പിന്നെ കഞ്ഞിവെള്ളം മാത്രമേ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് എപ്പോൾ വെള്ളം ഇല്ലെന്ന് തോന്നും, അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. പകുതി നമുക്ക് അവിടെ മാറ്റി വെക്കണം ഫൈനലിന് വേണ്ടി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പകുതി എടുത്ത് ഇത് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ വേറെ വെള്ളം നമ്മളിത് ചേർക്കുന്നില്ല. ഉലുവയുടെ വെള്ളം കഞ്ഞിവെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്ത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു പകുതി കഞ്ഞിവെള്ളം മാറ്റി വെക്കുകയും ചെയ്യണം. ഇപ്പോൾ പാക്ക് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തുണിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം, തലയിൽ തേക്കാൻ വേണ്ടി. എന്നാലും നമുക്ക് സ്കാൽപ്പിലൊക്കെ ഡാർട്ട് ആവാതിരിക്കാൻ നന്നായിട്ട് തുണിയിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഒരു തുണിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ക്രീമി ടെക്സ്ചറിലായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫോമിൽ കിട്ടുന്നതിലേക്ക് ഇനിയും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഒടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുവേണ്ടിയാണ് പറഞ്ഞത്, നമ്മൾ എടുത്തതിൻ്റെ ഹാഫ് നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കണം, ബാക്കി ഹാഫ് ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇതുമായിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് അപ്ലൈ ചെയ്യണം. അപ്പം ഇത് നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ പാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ഉലുവ കുതിർത്തായിട്ട വെള്ളവും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന കഞ്ഞിവെള്ളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായൊരു പാക്കാണ് നമ്മളുടെ അപ്പോൾ ഒരു കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. ആ കഞ്ഞിവെള്ളം കൂടി ചേർക്കുന്നത് കറക്റ്റാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറായിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നന്നായിട്ട് മുടി ഒന്ന് ഓയിൽ ചെയ്യുക. അത് കഴിഞ്ഞ് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20-30 മിനിറ്റ്സ് വെച്ച് നോർമൽ വാട്ടർ വാഷ് ഓഫ് ചെയ്താൽ മതി. ഇത് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആകാൻ വളരെയധികം സഹായിക്കുന്നൊരു ഹെയർ പാക്കാണ്. അപ്പം എന്തായാലും കഞ്ഞിവെള്ളവും ചെമ്പരത്തി ഇലയും കേശവർദ്ധിനിയുടെ ഇലയും ഉലുവയൊക്കെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആകാൻ സഹായിക്കുന്നൊരു ഹെയർ ഗ്രോത്ത് പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തേക്കാം. ഉറപ്പായിട്ട് നമ്മുടെ വളരെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ അപ്പോൾ വീക്കിലി ഒരു 2 ടൈംസ് വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക.